അമ്മേ, എന്താ മോളെ? അമ്മ, എനിക്കൊരു 2000 രൂപ വേണമായിരുന്നു. എന്തിനാ മോളെ ഇത്രയും രൂപ? അമ്മ, അതെ, അടുത്ത മാസം സ്കൂളിൽ നിന്ന് എല്ലാവരും സ്റ്റഡി ടൂർ പോകുന്നുണ്ട്. അപ്പൊ അതിന് കൊടുക്കാനാ. എല്ലാ കുട്ടികളും പോകുന്നുണ്ട് അമ്മേ. മോളെ, 2000 രൂപ എന്നൊക്കെ വെച്ചാ അമ്മയുടെ കയ്യിൽ ഇപ്പൊ എടുക്കാനില്ല മോളെ. ഇത്രയും രൂപയൊക്കെ അമ്മ എവിടെ നിന്ന് ഒപ്പിക്കാനാ? അമ്മ ഒന്ന് നോക്കട്ടെ. ഉറപ്പില്ല, എന്നാലും അമ്മ മാക്സിമം ഒന്ന് നോക്കാം. കുഴപ്പമില്ലമ്മേ, ഞാൻ ടീച്ചേഴ്സിനോട് എന്തെങ്കിലും കള്ളം പറഞ്ഞോളാം. സുഖമില്ലെന്നോ മറ്റോ. കുഴപ്പമില്ലമ്മേ, ഞാൻ പോണില്ല. അമ്മ വിഷമിക്കണ്ട. അമ്മേ, എനിക്ക് കുറച്ച് കാശ് വേണമായിരുന്നു. നിനക്കിപ്പോ എന്തിനാ കാശ്? അതൊന്നും അമ്മ ഈ പറയണ്ട. എനിക്കിപ്പോ അത്യാവശ്യത്തിന് കുറച്ച് കാശ് വേണം. അത്യാവശ്യമോ? എന്ത് അത്യാവശ്യം? എത്ര രൂപയാ വേണ്ടത്? ആ, ഒരു 8K എങ്കിലും വേണം. 8000 രൂപയോ? ഇത്രയും രൂപയൊന്നും എന്റെ കയ്യിലില്ല. അല്ല, നിനക്ക് എന്തിനാ ഇപ്പൊ 8000 രൂപയുടെ ആവശ്യം? നിനക്കിപ്പൊ തൽക്കാലം അത്രയും കാശിന്റെ ആവശ്യമൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് കാശ് തരാൻ പറ്റുമോ ഇല്ലയോ? ഇല്ല, കാശ് തരാൻ പറ്റത്തില്ല. നിനക്ക് എന്തിനാ ഇപ്പൊ ഇത്രയും കാശ്? നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഡാഡിയോട് പറഞ്ഞാൽ മതിയല്ലോ, ഡാഡി വാങ്ങി തരുമല്ലോ. അപ്പൊ നിങ്ങൾ എനിക്ക് കാശ് തരത്തില്ല? ഇല്ല, കാശ് തരാൻ പറ്റത്തില്ല. നോക്കിക്കോ, നിങ്ങളെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങൾ എനിക്കിപ്പൊ കാശ് തരണോ അതോ ഞാൻ എന്റെ കൈ മുറിക്കണോ? മോളെ, നിനക്കെന്താ പ്രാന്തായോ? നീ ആ കത്തി അങ്ങ് മാറ്റി വെച്ചേ. നിങ്ങൾ എനിക്ക് കാശ് തരുവോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ കൈ മുറിക്കും. നീ ഒന്നും ചെയ്യില്ല. ആദ്യം നീ ആ കത്തി അങ്ങ് താഴെയിട്. നിനക്കിപ്പോ എന്താ, പൈസ അല്ലേ വേണ്ടത്? മമ്മിയുടെ പേഴ്സിൽ കാശ് ഇരിപ്പുണ്ട്, പോയെടുത്തോ. നീ ആദ്യം ആ കത്തി അങ്ങ് താഴെയിട്. അങ്ങനെ വഴിക്കുവാ. ഓ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എന്താണോ ഇങ്ങനെ?